السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഹിബീങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ദുആയിൽ നമ്മളെ ചേർക്കണം, ഓർക്കണമെന്ന് പറയുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. പഠിക്കുന്ന ഇൽമ അള്ളാഹു തആല നാഫിയാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നൂറെ മദീന, അതിൻ്റെ മുഹിബീങ്ങളെ, വേണ്ടപ്പെട്ടവരെ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. ഏതൊക്കെയാണ്? റജബുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ഒരു 10 മഹത്വങ്ങളും ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. റജബ് മാസത്തിന്റെ പുണ്യങ്ങൾ അറിയാത്ത ഒരുപാട് സാധാരണക്കായ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഈ മാസത്തിനെ ആദരിക്കാത്ത, ബഹുമാനിക്കാത്ത ലോക ചരിത്രത്തിലില്ല. സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ പ്രവാചകന്മാരും, എല്ലാ ജനതകളും ജാഹിലിയായ കാലഘട്ടത്ത് പോലും ഈ റജബ് മാസത്തിനെ ബഹുമാനിക്കുമായിരുന്നു. അത്രയേറെ മഹത്വമുള്ള ഒരു മാസമാണ് റജബ്. പഴയകാല സ്വാലിഹീങ്ങളെല്ലാം പറഞ്ഞത് എല്ലാ മാസവും റജബായിരുന്നാൽ എത്ര നന്നായിരുന്നു. റജബിൽ എല്ലാവരും ഒരുങ്ങുമായിരുന്നു. റജബിൽ ഒരാള് ആക്രമിച്ചാൽ ഇരട്ടി ശിക്ഷയാണ്. റജബിൽ ആയുധം എടുക്കാൻ വേണ്ടി പറ്റാത്ത ഒരു മാസമാണ്. അതിന്റെ മഹത്വങ്ങൾ ഒന്ന്, ഒരുപാട് മഹത്വങ്ങളുണ്ട്. റജബിന്റെ മാസപ്പിറവി കണ്ടാൽ നമ്മൾ എല്ലാ മാസത്തിന്റെ തുടക്കത്തിൽ ചെയ്യും പോലെ സൂറത്തുൽ മുൽക്ക് സൂറത്ത് ഓതാം. മുൽക്ക് സൂറത്ത്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, മുൽക്ക് സൂറത്ത് ഓതൽ സുന്നത്താണ്. രണ്ടാമത്, റജബിന്റെ ആദ്യത്തെ രാത്രി, അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിന്റെ ആദ്യത്തെ രാത്രിയിൽ ദുആക്ക് ഉത്തരമുണ്ട്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ യുറദ്ദു ഫീഹി ദുആഉൻ, ഒരു ദുആയിനെയും, ആ ദുആ എന്നല്ല പറഞ്ഞത്, ഒരു ദുആയിനെയും അല്ലാഹു തആല തട്ടിക്കളയുകയില്ല. റജബ് മാസത്തിലുള്ള ദുആക്ക് ഉത്തരമുണ്ട്. ആദ്യത്തെ രാത്രി എനിക്ക് വല്ലാത്ത മഹത്വമുണ്ട്. ഒരു വർഷത്തിലെ 5 രാത്രി, ഒരു വർഷത്തിലെ 5 രാത്രിയിൽ അതിൽപ്പെട്ട ഒന്നാണ് റജബിലെ ആദ്യത്തെ രാത്രി. രണ്ടാമത്തെ വലൈലത്തു നിസ്ഫി ശഅബാൻ, ശഅബാനിന്റെ 15ാമത്തെ രാത്രി, ബറാത്ത് രാത്രി. മൂന്നാമത്തെ എല്ലാ ജുമായുടെയും രാത്രിയിൽ, ജുമാ രാത്രി, വെള്ളിയാഴ്ച രാത്രി, ചെറിയ പെരുന്നാൾ രാത്രി, വലിയ പെരുന്നാൾ രാത്രി. ഇതെല്ലാം ദുആക്ക് ഇജാബത്തുള്ളതായ സമയങ്ങളാണ്, രാത്രികളാണ്. അല്ലാഹു തആല നമുക്ക് നല്ല പോലെ ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ കാര്യം എന്താണ്? റജബിനെ സംബന്ധിച്ച് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ, റജബുൻ ശഹറുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. എന്തേ അല്ലാഹുവിന്റെ മാസമാവാനുള്ള കാരണം? മറ്റുള്ളത് എല്ലാം അല്ലാഹുവിന്റെ മാസമല്ലേ. എനിക്ക് 3 മക്കളുണ്ട്, അല്ലെങ്കിൽ 4 മക്കളുണ്ട്, അത് എൻ്റെ മോനാണ്.
ബാക്കിയുള്ളത് എൻ്റെ മക്കളല്ലേ, മക്കളാണ്. ആ മോനിക്ക് എന്തൊന്നില്ലാത്തൊരു മഹത്വമുണ്ടായത് കൊണ്ടാണ് ഉപ്പ പറഞ്ഞത്. എന്തിനാണ് അവിടെ ഇളാഫത്ത് ചെയ്തിട്ട് പറഞ്ഞത് അല്ലാഹു തആലാന്റെ മാസമെന്ന്? ലികസറത്തി ഇബാദി ലികസറത്തിൽ മഗ്ഫിറത്തി ലിഇബാദിഹി, അവന്റെ അടിമകൾക്ക് പാപം ദോഷങ്ങളെല്ലാം പുറത്തു കൊടുക്കൽ അധികരിച്ചിട്ടും റജബ് മാസത്തിലാണ്. റജബാണ്. നാലാമത്തെ പ്രത്യേകത എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മാസത്തിലും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റബീഉൽ അവൽ മറ്റു 11 മാസങ്ങളിലും ഇങ്ങനെ ഒരു മാസം കടക്കുമ്പോൾ, ഒരു മാസം റജബ് മാസം കടക്കുമ്പോൾ മുത്തുനബി ഇങ്ങനെ പ്രാർത്ഥിച്ചു ഒരു ചരിത്രത്തിലും ഒരു ഹദീസിലും ഞാൻ കണ്ടിട്ടില്ല. റജബ് മാസമാകുമ്പോൾ, റജബ് മാസം കടന്നാൽ മുത്തുനബി തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. പിന്നെ പഴയകാല ഉസ്താദുമാരെല്ലാം അതെല്ലാം ദുആ ചെയ്യുന്നില്ല. എന്നാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ എല്ലാം പെട്ടത്. റമളാൻ നിസ്കരിക്കാനും തിലാവത്തുൽ ഖുർആനും എല്ലാം പെട്ട് ഈ ഹദീസിന്റെ ശാരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. മിസ്കാത്തിലെല്ലാം മിസ്കാത്തിന്റെ ഈ ഹദീസിന്റെ മിർകാത്തിലെല്ലാം ഇതിന്റെ ശറയിൽ കാണാം. അഞ്ചാമത്തത് ശൗറുത് തർഈബ് റമളാൻ, റമളാനിനെ വെൽക്കം ചെയ്യുന്ന, വരവേൽക്കുന്നതായ മാസം കൂടിയാണ്. റജബിൽ നമ്മൾ ഒരുങ്ങിയാൽ, ഇബാദത്ത് ചെയ്താൽ, റമളാനിൽ നമ്മൾക്ക് നല്ലപോലെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ആറാമത്തെ പ്രതിഫലം ഇരട്ടി പ്രതിഫലമാണ്. വല്ലാത്ത പ്രതിഫലമാണ് ഒരു നന്മക്ക് റജബിൽ. ഒരു കുറ്റം ചെയ്താൽ ഇരട്ടി ഇരട്ടി ശിക്ഷയാണ്. ഇരട്ടി ഇരട്ടി ശിക്ഷയാണ്. ഇമാം റാസി ഇമാം തങ്ങൾ തന്റെ തഫ്സീറുൽ റാസിയിൽ പറയുന്നത് കാണാം, ഇരട്ടി ഇരട്ടി. ഏഴാമത്തത് ഒരു നോമ്പിനിക്ക് 30 നോമ്പിന്റെ പ്രതിഫലമാണ്. റജബ് മാസത്തിൽ ആരെങ്കിലും ഒരു നോമ്പ് നോറ്റാൽ, ഇമാം റാസി ഇമാം തങ്ങൾ പറയുകയാണ്, മൻ സാമ യൗമൻ മിൻ അശ്ഹുരിൽ ഹുറും, ധമ്മറാമായ മാസം റജബ് മാസം, ഒരാൾ ഒരു നോമ്പ് നോറ്റാൽ അവനിക്ക് 30 നോമ്പിന്റെ പ്രതിഫലമാണ്. റജബ് മാസത്തിൽ നോമ്പ് നോൽക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എട്ടാമത്തെ മഹത്വം എന്താണ്? റജബിൽ സ്വർഗത്തിൽ ഒരു പുഴയുണ്ട്. അതിന്റെ പേരെന്താണ്? റജബ് എന്നാണ്. സ്വർഗത്തിൽ ഒരു പുഴയുണ്ട്. അതായിരിക്കാൻ ആ പുഴയുടെ പ്രത്യേകത എന്താണ്? അശദ്ദു ബയാലൻ, വല്ലാത്ത വെളുത്തതാണ്. പാളിനേക്കാളും വെളുത്തതാണ്. തേനിനേക്കാളും മധുരമുള്ളതാണ്. തണുപ്പുള്ള വെള്ളമാണ്. ഇത് റജബ് മാസത്തിൽ ആരെങ്കിലും നോമ്പ് നോറ്റാൽ അവനിക്കാണ് കുടിപ്പിക്കുന്നത്. ഹദീസിലുണ്ട്. എന്താ ഹദീസിലുണ്ട്? അലാ ഇന്ന റജബൻ ശഹ്റുല്ലാഹ്, അലാ അറിയണേ അറിയണേ, തീർച്ചയായിട്ടും റജബാകുന്നത് അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹുവിന്റെ മാസമാണ് റജബ്. വലിയ മഹത്വമുള്ളതാണ്. അള്ളാഹുവിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ അതിനിക്ക് എന്തൊന്നില്ലാത്തതിൽ അള്ളാന്റെ ഒട്ടകം തൊട്ട് കളിക്കരുത്. അള്ളാന്റെ ഒട്ടകം, അള്ളാന്റെ വീട് ബൈത്തുല്ലാ, അങ്ങനെല്ലാം അള്ളാഹുവിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ, ചേർക്കുമ്പോൾ അതിനിക്ക് എന്തൊന്നില്ലാത്ത മഹത്വമാണ്. റജബ് ഭയങ്കരയാണ്. അതുകൊണ്ട് റജബ് മാസം ഹദീസിലുണ്ട്, അലാ ഇന്ന റജബൻ ശഹ്റുല്ലാഹ്, തീർച്ചയായിട്ടും റജബ് മാസം അള്ളാഹുവിന്റെ മാസമാണ്.
ഫമൻ സാമ മിൻ റജബിൻ, റജബ് മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരു നോമ്പ് നോറ്റാൽ ഈമാനം വഹ്തിസാബാ, കൂലിനെ ആഗ്രഹിച്ചിട്ട് ആദരവോടെ വിശ്വാസത്തോടെ ബഹുമാനത്തോടുകൂടെ, അതല്ല ഏതൊന്നെനിക്കും ഈമാൻ ഇഹ്തിസാബ് ഷർത്താണ്, എന്നാൽ മാത്രമാണ്. മങ്കാവ ഈമാനം വഹ്തിസാബൻ, ഇപ്പൊ തറാവി നിസ്കാരം നിസ്കരിച്ചു, ഖിയാമ റമളാൻ നിസ്കരിച്ചു, എന്നാൽ അവിടെ നിബന്ധന പറഞ്ഞത് എന്താണ്? ഈമാൻ ഇഹ്തിസാബ്. ഇതുണ്ടായാൽ തന്നെയാണ് മാതഖദ്ദമ അല്ലാഹു തആല ഇനിപോയ എല്ലാ ദോഷങ്ങളെയും വിട്ടുപുറത്തുന്നത്. ഈമാൻ വേണം, ഇഹ്തിസാബ്, കൂലിനെ ആഗ്രഹിക്കണം. ഒരാൾ കൂലിനെ ആഗ്രഹിച്ചുകൊണ്ട് റജബ് മാസത്തിൽ ഒരു നോമ്പ് നോറ്റാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? ഇതിനിക്ക് പകരമായി അല്ലാഹു നൽകുന്നത് അല്ലാഹുവിന്റെ വലിയ തൃപ്തിക്ക് ബന്ധമായവനാണ്. റിദ്വാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ ഇത്തിരി തൃപ്തി കിട്ടിയാൽ അത് വലിയ ഭാഗ്യമാണ്. 8 മാസങ്ങൾ. അതുകൊണ്ട് റജബ് അല്ലാഹുവിന്റെ മാസമാണ്. ബഹുമാനിക്കണേ. റജബ് മാസം വന്നാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് ദുആ ചെയ്യണം. റജബിൽ ജലാൽ, റജബ് മാസം കടന്നാൽ എപ്പോഴാണ് റജബ് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കാരണം കുടിയിരിക്കാൻ വേണ്ടി പറ്റിയ മാസമാണല്ലോ റജബ്. അപ്പൊ റജബിൽ നല്ല ദിവസം, എല്ലാം അല്ലാഹുവിന്റെ ദിവസമാണ്. ഞായറാഴ്ച നല്ലതാണ്, യൗമുൽ ബിനാ. ഞായറാഴ്ച ആഴ്ചകൾക്കുള്ള കൂട്ടത്തിൽ ഒന്നാമത്തെ ദിവസമാണ് യൗമുൽ അഹദ്, ഞായറാഴ്ച ദിവസം. തിങ്കളാഴ്ച നല്ലതാണ്, വ്യാഴാഴ്ച നല്ലതാണ്, ഞായറാഴ്ചയാണ് അധികവും കുടിയിരിക്കൽ. എന്നാൽ എല്ലാവർക്കും സൗകര്യം അത് തന്നെയാണ്. പിന്നെ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ഏതൊക്കെ സാധനം അങ്ങനെ ഉണ്ടോ ഇല്ലേ, മറ്റുള്ളവരായ മതക്കാരുള്ളതായ ആചാരം, അവർക്കുള്ളതായ ഒരുപാട് ആചാരങ്ങൾ നമ്മൾ കടത്തി കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എന്തൊക്കെ കൊണ്ടണം അതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ കുടിയിരിക്കേണ്ട ആ സംഭവത്തിൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. എന്നാൽ കുടിയിരിക്കാൻ വേണ്ടി പറ്റിയ ദിവസങ്ങൾ, ഡേറ്റ്, ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്യൽ നല്ലതാണ്. റജബ് മാസം അല്ലാഹുവിന്റെ മാസമാണ്. ചില ദിവസങ്ങളിൽ നഹ്സുണ്ട്, ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റജബ് 3 ഒന്ന് നോട്ട് ചെയ്യാവുന്ന 3, 5, 12, 13, 16, 21, 24, 25, 28 ഈ ദിവസങ്ങളൊന്നും മാറ്റിവെച്ച് മറ്റുള്ള ദിവസങ്ങൾ ചെയ്യലാണ് നല്ലതാണ്. ഇത് നഹ്സുള്ള ദിവസങ്ങളാണെന്ന് ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ളതായ ദിവസം നഹ്സില്ലാതെ ജനുവരി, എൻ്റെ ഓർമ്മ ജനുവരി 1 അല്ലെങ്കിൽ 2 റജബ് 1 ആവാൻ സാധ്യതയുണ്ട്. എപ്പോഴാണോ റജബ് 3 ആകുന്നത്, 5 ആകുന്നത്, ഇത്തരം ദിവസങ്ങളൊന്നും മാറ്റിവെക്കൽ നല്ലതാണ്. മറ്റു ദിവസത്തിൽ ഏറ്റവും നല്ലതാണ്. ഇനി നിർബന്ധാവസ്ഥയിൽ ഈ മാസത്തിൽ തന്നെ നഹ്സുള്ള ദിവസത്തിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റി. എന്നാൽ അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എല്ലാ നഹ്സുകളെയും മായ്ച്ചു കളയുന്ന 2 സൂറത്ത്, 2 ചെറിയ കൊച്ചു സൂറത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്താൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല കാര്യം പറയുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാൻ അല്ലാഹു നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. برحمتك يا أرحم الراحمين وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.